ആ ഒരു പുസ്തകം വായിച്ച് നിങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ റീഡിസൈൻ ആവും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഫൈസി. ഇന്ന് 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകം വായിച്ചവർക്ക് ഈ ഒരു പുസ്തകം നന്നായി ഗുണം ചെയ്യും. ഡോക്ടർ ജോസഫ് മർഫിയുടെ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വന്നത് പരിചയപ്പെടുത്താം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്നൊരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയാൽ സമ്പന്നനാകൂ. കൺഫ്യൂഷൻ ആകരുത്. ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകം റെഡ് റോസ് പബ്ലിഷിങ്ങും ഇറക്കിയിട്ടുണ്ട്, DC ബുക്സും ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ജുൾ ബുക്സും ഇറക്കിയിട്ടുണ്ട്. ഇതല്ല, ഇത് DC ബുക്സ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയാൽ സമ്പന്നനാകും. ഈ പുസ്തകത്തിൻ്റെ പുറകിൽ കൊടുത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതുപോലെ ഇതിനകത്തുള്ള ഉള്ളടക്കം എന്താണെന്നും കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ വിഷയത്തിൽ താല്പര്യം തോന്നിയാൽ നിങ്ങൾക്ക് ഈ പുസ്തകം എല്ലാ ബുക്ക് ഷോപ്പിൽ ചോദിച്ചാലും കിട്ടും. നിങ്ങൾ അവിടുന്ന് ചോദിച്ച് വാങ്ങുക. അതുപോലെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഈ പുസ്തകം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വാങ്ങി അയച്ചു തരാം. ഈ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഏത് കാര്യത്തെയും മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് സന്തോഷവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന്. സമൃദ്ധി നേടുവാനുള്ള വഴികളെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയാൽ സമ്പന്നനാകൂ എന്ന പുസ്തകം. സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും ആളുകളെ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു ശേഖരമാണ് ഈ പുസ്തകം. വായനക്കാർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും ശുഭാപ്തി വിശ്വാസവും ഈ പുസ്തകം നൽകും. ഇതിന് MRP കൊടുത്തിരിക്കുന്നത് 290 നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് ഗ്രോ റിച്ച് വിത്ത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. മാറിപ്പോകരുത്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ഫോട്ടോസ് ഇതിലിടാം. അതായത് മഞ്ജുൾ ബുക്സ് ഇറക്കിയതും റെഡ് റോസ് പബ്ലിഷിംഗ് ഇറക്കിയതും DC ബുക്സ് ഇറക്കിയതും. ആ പുസ്തകമല്ല ഈ പുസ്തകം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അതിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യുക. സമ്പത്തിലേക്കുള്ള മാർഗം വിഭാവനം ചെയ്യുക. നിങ്ങളുടെ തൊഴിലിൽ വിജയം കൈവരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രണത്തിലാക്കുക. നിങ്ങളുടെ തലച്ചോറും ഹൃദയവും കരങ്ങളും ഉപയോഗിക്കുക. സംതൃപ്തമായ ജീവിതം നിങ്ങൾ നയിക്കുക. നിങ്ങളുടെ മാനസികവും ആത്മീയവുമായ ബാറ്ററികൾ റീചാർജ് ചെയ്യുക. എല്ലാ തരത്തിലും ദൈവിക ബോധം നിങ്ങൾക്ക് വഴികാട്ടട്ടെ. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അടുത്തത്, ആരോഗ്യത്തിനും സമ്പത്തിനും ബന്ധങ്ങൾക്കും ആത്മസംതൃപ്തിക്കുമായുള്ള മന്ത്രങ്ങൾ. ഇത് 206 പേജിലാണ്. ടോട്ടൽ 239 പേജുകളാണ് ഇതിലുള്ളത് മുഴുവനായിട്ടും. അപ്പോൾ എന്തായാലും ഈ പുസ്തകം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങി വായിക്കുക. നല്ലൊരു പുസ്തകമാണ്. ഇതിന് കൂടെ ഞാൻ വേറൊരു പുസ്തകം കൂടി പരിചയപ്പെടുത്താം. ലിലിയൻ ഐഷർ വാട്സൺ. ഇതൊരു ട്രാൻസ്ലേഷനാണ്. ഇതും ലൈറ്റ് ഫ്രം മെനി ലാംപ്സ് എന്നുള്ള. ഇത് APJ അബ്ദുൽ കലാം സാറിന് വഴികാട്ടിയ ഒരു ഗ്രന്ഥമാണ്. ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. അതായത് APJ അബ്ദുൽ കലാം സാർ പറയുന്നതാണ്, എന്നെ ഗാഢമായി സ്പർശിച്ച ഗ്രന്ഥമാണ് ലിലിയൻ ഐഷ്ലർ വാട്സൺ തയ്യാറാക്കിയ ലൈറ്റ് ഫ്രം മെനി ലാമ്പ്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിലേക്ക് അത് വെളിച്ചം വീശുന്നു. കഴിഞ്ഞ 50 വർഷങ്ങളായി എനിക്കത് അമൂല്യമായ ഒരു വഴികാട്ടിയാണ് എന്നാണ് അബ്ദുൽ കലാം സാറ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിനും 450 രൂപയാണ് MRP കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ പുസ്തകത്തിൻ്റെ പുറകിൽ കൊടുത്തു കഴിഞ്ഞാൽ വായിച്ച് കേൾപ്പിക്കാം. വിവിധ തലങ്ങളിൽ ജ്വലിച്ചു നിന്ന മഹാമനുഷ്യരുടെ ജീവനും അഗ്നിയും പോറുന്ന വാക്കുകൾ ജീവിത വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൂത്രവാക്യങ്ങളായി പരിലസിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. കൺഫ്യൂഷ്യസിൻ്റെ ചിന്താശകലങ്ങൾ, മാർക്സ് ഒറേലിയസിൻ്റെ ധ്യാനം, അരിസ്റ്റോട്ടലിൻ്റെ നീതിശാസ്ത്രം, സെൻറ്റ് അഗസ്റ്റിൻ്റെ ഏറ്റുപറച്ചിലുകൾ, പ്ലേറ്റോയുടെയും സിസോറോയുടെയും സംവാദങ്ങൾ, ഒപ്പം ഭഗവത്ഗീതയും ഉപനിഷത്തും ഖുർആനും താൽമൂദും ബൈബിളും ചരിത്രവും സാഹിത്യവും വേദഗ്രന്ഥങ്ങളും ജീവചരിത്രവും ഇതിലെ വചനങ്ങളുടെ പ്രാമുഖ്യത്തോടെ ഇതിൽ അണിചേരുന്നു.
ഇതിലെ അനശ്വരങ്ങളായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതും നിങ്ങൾക്ക് എല്ലാ പുസ്തക കടകളിലും കിട്ടും, ചോദിച്ച് വാങ്ങുക. നമ്മൾ വേറൊരു ചാനലിലായിരുന്നു ബുക്സ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ ചാനലിലേക്ക് മാറി. കാരണം പഴയ ചാനലിൽ എത്ര തന്നെ ആയാലും കുറച്ച് പേരെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കാം, കൂടുതൽ ആളുകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. നിങ്ങളുടെ കുട്ടികളെയും വായനയിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് തരം ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ പ്രതിലിപി, അതുപോലെ ഓഡിബിൾ, അങ്ങനെയുള്ള ഒരുപാട് ആപ്പുകൾ, കുക്കു FM അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സിൻ്റെ സമ്മറീസൊക്കെ കേൾക്കാൻ പറ്റും. ഈ ബുക്കൊന്നും അതിലില്ല, ഇതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അറിയില്ല ഭാവിയിൽ ഇതിൻ്റെ സമ്മറി വരുമെന്നുള്ള അറിയില്ല. എന്തായാലും കേട്ട് നോക്കുക. അത് കേട്ടാൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കണമെന്ന് തോന്നും. അടുത്ത വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.